പാത്രത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന, AC-യും അത്യാധുനിക സൗകര്യങ്ങളുമുള്ള കോടിക്കണക്കിന് രൂപയുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന, പ്രത്യേകം ഡിസൈൻ ചെയ്ത ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ധരിക്കുന്ന കോടീശ്വരന്മാരായ കോഴിയും പട്ടിയും പൂച്ചയും ഒക്കെ നമ്മുടെ ലോകത്തുണ്ടെന്ന് അറിയാമോ? സങ്കല്പിക്കാൻ പോലും ആവുന്നില്ലല്ലേ? മനുഷ്യരെ പോലെ സമ്പന്നതയുടെ മടിത്തട്ടിൽ കഴിയുന്ന മൃഗങ്ങളുമുണ്ട്. രാജകീയമായുള്ള അവരുടെ രീതി നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറമാണ്. എങ്കിൽ അങ്ങനെ ചിലരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അവരുടെ കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള അത്ഭുത വസ്തുക്കളും അവരെങ്ങനെ കോടീശ്വരന്മാരായെന്നും ഒക്കെ നമുക്കൊന്നറിയാം. എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. വളർത്തുമൃഗങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഉടമസ്ഥർ തങ്ങളുടെ കാലം കഴിഞ്ഞാലും മൃഗങ്ങൾ കഷ്ടപ്പെടരുതെന്ന് കരുതി അവരുടെ പേരിൽ സ്വത്ത് ഉപേക്ഷിക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കോടികളാകാം. എന്നാൽ അതിലൊരു ചോദ്യമുള്ളത്, ഈ കോടികൾ വെച്ച് അവ എന്ത് ചെയ്യാനാണ് എന്നതാണ്. എന്ത് തന്നെയായാലും ആരും അസൂയപ്പെടുന്ന ഒരു ആഡംബര ജീവിതമായിരിക്കും അവ നയിക്കുന്നുണ്ടാകുക എന്നതിൽ സംശയമേ ഇല്ല. ഇവയിൽ പലതിൻ്റെയും ഉടമകൾ പ്രശസ്തരുമാണ്, ചിലതിൻ്റെ ഉടമകൾ വലിയ വ്യവസായികളും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വളർത്തുമൃഗങ്ങൾ ഏതാണെന്നറിയാം. ആദ്യമായി പറയുന്നത് പോണ്ടിയാക്ക് ആണ്. അമേരിക്കൻ നടിയായ ബെറ്റി വൈറ്റിന്റെ പ്രിയപ്പെട്ട ഗോൾഡൻ റിട്രീവർ നായയാണ് ഈ പോണ്ടിയാക്ക്. 2017 ഈ നായ ചത്തുപോയി. ഓൾ എബൌട്ട് കാറ്റ്സ് പറയുന്നത് പ്രകാരം പോണ്ടിയാക്കിന് ബെറ്റി വൈറ്റിൽ നിന്ന് $5 മില്യൺ പൈതൃക സ്വത്ത് ലഭിക്കുമായിരുന്നു. അടുത്തത് ചൗപ്പത്തിയാണ്. പ്രശസ്ത ഫാഷൻ ഡിസൈനറായ കോൾ ലാഗർഫെൽഡിന്റെ വളർത്ത പൂച്ചയായിരുന്നു ഈ ചൗപ്പത്തെ. അദ്ദേഹത്തിന്റെ മരണശേഷം ചൗപ്പത്ത് പൂച്ചയ്ക്ക് ദശലക്ഷക്കണക്കിന് സ്വത്ത് പൈതൃക സ്വത്തായി ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മോഡലിംഗിൽ നിന്നും മറ്റുമായി $4.5 മില്യൺ ചൗപ്പത്തെ സമ്പാദിച്ചിട്ടുമുണ്ട്. ഇന്ന് ഏകദേശം ഇത് $13 മില്യൺ സമ്പത്ത് ചൗപ്പത്തേക്കുണ്ട്. അടുത്തത് ജിഫ്പോം ആണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വളർത്തുമൃഗങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനക്കാരനാണ് ഈ ജിഫ്പോം എന്ന പോമറേനിയൻ നായ. ഇന്റർനെറ്റ് താരമായ ജിഫ്പോമിനെ 9.5 ദശലക്ഷം ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്നത്. ജിഫ്പോമിന്റെ പേരിൽ ആകെ $25 മില്യൺ സമ്പത്തുമുണ്ട്. ഓരോ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനും $32,906 ഈ പൂച്ച വാങ്ങുന്നത്. അടുത്തതായി ഗിഗു ദ ചിക്കൻ ആണ്. സമ്പന്നരുടെ പട്ടികയിൽ നായ്ക്കൾ മാത്രമല്ല ഉള്ളത്, ഒരു കോഴിയുമുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ആ കോഴിയുടെ പേര് ജിഗു എന്നാണ്. ഏകദേശം $10 മില്യൺ ആസ്തിയാണ് അതിനുള്ളത്. പ്രശസ്തനായ മൈൽസ് ബ്ലാക്ക്വെല്ലിന് ഭാര്യ മരണപ്പെട്ടതോടെ തന്റെ പണം ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന വിശ്വസ്തനായ ഒരു മനുഷ്യനില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ബ്ലാക്ക്വെൽ അത് തന്റെ വളർത്ത കോഴിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അടുത്തത് സാഡി, സണ്ണി, ലോറൻ, ലൈല, ലൂക്ക് എന്നിവരാണ്. പ്രശസ്ത അമേരിക്കൻ TV അവതാരകനും നിർമ്മാതാവും അഭിനേത്രിയുമായ ഓപ്ര വിൻഫ്രിയുടെ വളർത്ത നായ്ക്കളാണ് ഈ സാഡിയും സണ്ണിയും ലോറൻ, ലൈല, ലൂക്ക് എന്നിവർ. ഇവയോരോന്നിന്റെ പേരിലും $30 മില്യൺ സ്വന്തത്തുണ്ട്. അടുത്തത് ഒലിവിയ ബെൻസൺ ആണ്. ഗായിക ടൈലർ സ്വിഫ്റ്റിന്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗമാണ് ഒലിവിയ ബെൻസൺ എന്ന പൂച്ച. മ്യൂസിക് വീഡിയോകളിലും ബിഗ് ബജറ്റ് പരസ്യങ്ങളിലും ടൈലർ സ്വിഫ്റ്റിനൊപ്പം ഈ പൂച്ചയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. $97 മില്യൺ ഒലിവിയ ബെൻസന്റെ ആകെ സമ്പത്ത്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും സമ്പന്നയായ പൂച്ചയാണ് ഈ ഒലിവിയ. അടുത്തത് ബ്ലാക്കി ദ ക്യാറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ധനികയായ പൂച്ചയാണ് ബ്ലാക്കി. അവളുടെ ആസ്തി $25 മില്യൺ ആണ്. ഉടമ ബെൻഡ്രിയ തന്റെ പ്രിയപ്പെട്ട പൂച്ചയ്ക്ക് മരണശേഷം മാറ്റിവെച്ചതായിരുന്നു ഈ മുഴുവൻ തുകയും. വർഷങ്ങളായി ബന്ധുക്കളിൽ നിന്നെല്ലാം അകന്ന് കഴിയുകയായിരുന്ന ബെൻ തന്റെ മരണശേഷം ഒരു ചില്ലി കാശ് പോലും ആർക്കും കൊടുക്കാൻ ആഗ്രഹിച്ചില്ല. ആ ഏകാന്തതയിൽ അദ്ദേഹത്തിന് ആകെ കൂട്ടായത് ഈ ബ്ലാക്കിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കാലം കഴിഞ്ഞാലും ബ്ലാക്കി കഷ്ടപ്പെടരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അടുത്തത് നളയാണ്. ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റാർ ആണ് ഈ നള എന്ന പൂച്ച. $100 മില്യൺ ഇവളുടെ സമ്പത്ത്. പ്രീമിയം കാറ്റ് ഫുഡാണ് നള കഴിക്കുന്നത്. 4.4 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള നള ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന പൂച്ച എന്ന ഗിന്നസ് റെക്കോർഡിന്റെ ഉടമ കൂടിയാണ്. സയാമീസ് പേർഷ്യൻ സങ്കര ഇനമാണ് ഈ നള. അടുത്തത് ഗുന്തർ ആറാമനാണ്. ഏറെക്കാലമായി ലോകത്തിലെ ഏറ്റവും ധനികനായ വളർത്തുമൃഗമാണ് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഈ നായ. ഓൾ എബൌട്ട് കാറ്റ്സിന്റെ ലിസ്റ്റ് അനുസരിച്ച് ഈ പട്ടികയിലെ 2ാമനേക്കാൾ 5 ഇരട്ടി സമ്പന്നനാണ് ഗുന്തർ ആറാമൻ. $500 മില്യൺ മൂല്യമാണ് ഈ നായ്ക്കുള്ളത്. അന്തരിച്ച ജർമ്മൻ പ്രഭി കാർലോട്ട ലീബൻസ്റ്റീനിന്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗമായിരുന്നു ഗുന്തർ ആറാമന്റെ മുത്തച്ഛനായ ഗുന്തർ മൂന്നാമൻ. 1992 പ്രഭി മരിച്ചപ്പോൾ ഗുന്തർ മൂന്നാമന്റെ പേരിൽ $80 മില്യൺ സമ്പത്തുണ്ടായിരുന്നു. പിന്നീട് പല നിക്ഷേപങ്ങളിലൂടെയും മറ്റും ആ സമ്പത്ത് വളർന്നു വന്നു. അപ്പോൾ ഇവരാണ് കോടീശ്വരന്മാരായ വളർത്തുമൃഗങ്ങൾ. നിങ്ങൾക്കും ഇതുപോലെ വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ പേര് കമന്റ് ചെയ്യൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.